മെറ്റാഡ്സ് ഫ്രീക്വൻസി പാർട്ട് 1 നമ്മൾ റീച്ച് എന്താണ്, ഇംപ്രഷൻ എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫ്രീക്വൻസി എത്ര ആവുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്, എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാം. ജനറലി പറയുകയാണെങ്കിൽ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഒക്കെ ആണെങ്കിൽ ഒരു ഫ്രീക്വൻസി 1 to 3 എന്നൊക്കെ പറയുന്നത് നോർമലാണ്. കാരണം ഒരാൾ ചിലപ്പോൾ ഒരാളെ ഒരു മൾട്ടിപ്പിൾ തവണയൊക്കെ കാണിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു ലീഡായിട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 3 to ഫ്രീക്വൻസി ഒരു 3 to 5 എന്നൊക്കെ പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാൻ ടൈമായി എന്നാണ് അതിന്റെ അർത്ഥം. ഫ്രീക്വൻസി ഒരു എബോവ് 5 ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആക്ഷൻസ് എടുക്കണം. ഒരു അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ ആണെങ്കിൽ ഫ്രീക്വൻസി പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഫ്രീക്വൻസി മാത്രം നോക്കിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കരുത്. ഫ്രീക്വൻസി കൂടുന്നതോടൊപ്പം നമ്മുടെ CPL കൂടുന്നുണ്ടോ, അതേപോലെ നമ്മുടെ ലീഡ്സിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ, നമ്മുടെ എൻഗേജ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ക്രിയേറ്റീവ്സ് മാറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരേ ആഡ് തന്നെ അല്ലെങ്കിൽ ഒരേ വീഡിയോ തന്നെ ഒരാളെ തന്നെ മൾട്ടിപ്പിൾ തവണ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓഡിയൻസിന് ബോർ ആവാൻ, അതായത് ഡിസ്റ്റർബ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് മാറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓഡിയൻസിനൊക്കെ നേരെ ഓഡിയൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു പ്ലേസിലൊക്കെ ഓഡിയൻസിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിനെ വൈഡൻ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് പ്ലേസ്മെന്റ് എക്സ്പാൻഡ് ചെയ്യാം. കാരണം നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് പ്ലേസ്മെന്റ്സിലേക്കായിരിക്കും ആഡ് റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫ്രീക്വൻസി കൂടുന്നുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആഡ് കാണാത്ത ഓഡിയൻസിലേക്ക് ആഡ് എത്താനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ക്രിയേറ്റീവ്സ് റീഫ്രഷ് ചെയ്യുക. അതായത് ഉള്ള ക്രിയേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ നിങ്ങളുടെ ഹുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ കോൾ ടു ആക്ഷൻസ് ചേഞ്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ് ഓവർലാപ്പ് അവോയ്ഡ് ചെയ്യുക. അതായത് സെയിം ഓഡിയൻസിലേക്ക് തന്നെ മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് ടെസ്റ്റ് ചെയ്യാതിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ലീഡ്സിന്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാമെന്നും ഈ ഒരു പരിധി വരെ 6 കേസുകളും കൈതട്ടി വരുന്ന ലീഡ്സ് ഒക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.